ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ. മാവേലിക്കരയിൽ ആശാവർക്കർക്കും ഭർത്താവിനും ക്രൂരമർദ്ദനം. 2 പേർ അറസ്റ്റിൽ. നൂറനാട് ഉളവക്കാട് സ്വദേശി ആശാവർക്കറായ മണിമോളെയും ഭർത്താവിനെയും വീട്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്ത കേസിൽ ടിപ്പർ ഡ്രൈവർമാരായ 2 പ്രതികളെ പോലീസ് പിടികൂടി. 2ാം പ്രതി പാലമേൽ എരുമക്കുഴി മുറിയിൽ വിപിൻ ഭവനത്തിൽ വിജിൻ, 3ാം പ്രതി പാലമേൽ എരുമക്കുഴി പയ്യന്നല്ലൂർ രതീഷ് ഭവനം വീട്ടിൽ രാജേഷ് എന്നിവരെയാണ് നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ടിപ്പർ ഡ്രൈവർമാരായ 1ഉം 4ഉം പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. പ്രതികളും മണിമോളുടെ ഭർത്താവും തമ്മിലുള്ള വിരോധം ആണ് ആക്രമണത്തിൽ കലാശിച്ചത്. പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പിതാവിന് മരണം വരെ തടവും 15 ലക്ഷം രൂപ പിഴയും. കണ്ണൂരിൽ 13കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പിതാവിനെ പോക്സോ കോടതിയാണ് ശിക്ഷിച്ചത്. 2019 മുതൽ തുടർച്ചയായി ഇയാൾ മകളെ പീഡിപ്പിക്കുകയും ഗർഭിണിയാവുകയും ചെയ്തെന്നായിരുന്നു കേസ്. സ്വകാര്യ റിസോർട്ടിൽ പരിസരത്തെ മരത്തിൽ പുരുഷനും സ്ത്രീയും തൂങ്ങി മരിച്ച നിലയിൽ. വയനാട്ടിലെ വൈത്തിരി സ്വകാര്യ റിസോർട്ടിലാണ് സ്ത്രീയെയും പുരുഷനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് കൊയിലാണ്ടി നടേരി ഓർക്കിഡ് ഹൗസിൽ പ്രമോദ്, ഉള്ളേരി നാറാത്ത് ബിൻസി എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ചയായിരുന്നു ഇരുവരും മുറിയെടുത്തത്. റിസോർട്ട് ജീവനക്കാരനാണ് ഇന്നലെ രാവിലെ ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ ആദ്യം കണ്ടത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അച്ഛനെ പിക്കാസ് കൊണ്ട് തലക്കടിച്ചു കൊന്ന മകൻ ജാമ്യത്തിലിറങ്ങി തൂങ്ങി മരിച്ചു. പിതാവിനെ കൊന്ന കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കെയാണ് പ്രതിയായ മകൻ തൂങ്ങി മരിച്ചത്. കാസർഗോഡ് പള്ളിക്കര സ്വദേശി പ്രമോദാണ് മരിച്ചത്. പിതാവ് അപ്പക്കുഞ്ഞിയെ കൊന്ന കേസിൽ പ്രമോദ് ജയിലിലായിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയതിനെ തുടർന്ന് മുൻ ഭാര്യയുടെ വീട്ടിലെത്തി ജീവനൊടുക്കുകയായിരുന്നു. ഉദുമ 4ാം വാതുക്കലിലുള്ള മുൻ ഭാര്യ വീട്ടിലെ കിണറിന്റെ കപ്പിക്കയറിലാണ് പ്രമോദിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകന്റെ നിരന്തര ആക്രമണത്തെക്കുറിച്ച് പിതാവ് അപ്പക്കുഞ്ഞി പോലീസിൽ പരാതി നൽകിയ വിരോധത്തിൽ 2024 ഏപ്രിൽ 1 പള്ളിക്കര സെന്റ് മേരീസ് സ്കൂളിന് സമീപം താമസിക്കുന്ന പിതാവിനെ ഇയാൾ തലക്കടിച്ചു കൊല്ലുകയായിരുന്നു. പ്രവാസിയായിരുന്ന പ്രമോദ് ഗൾഫിൽ നിന്നെത്തി ഒരാഴ്ചയ്ക്ക് ശേഷമായിരുന്നു കൊലപാതകം. ജയിലിലായ ഇയാൾ കഴിഞ്ഞ ഒക്ടോബറിലാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. കൊലക്കേസിൽ വിചാരണ തുടങ്ങിയിരുന്നു. കേസ് ഈ മാസം 13 വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് പ്രമോദിന്റെ മരണം. പ്രമോദുമായി ഭാര്യ വിവാഹബന്ധം വേർപെടുത്തിയിരുന്നു. ഒരു കുട്ടിയുണ്ട്. വൈദ്യപരിശോധനയ്ക്കിടെ മോഷണ കേസ് പ്രതി കസ്റ്റഡിയിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു. തിരുവനന്തപുരം പേരൂർക്കടയിലാണ് സംഭവം. മോഷണ കേസ് പ്രതി അനൂപ് ആന്റണിയാണ് വൈദ്യപരിശോധനയ്ക്കിടെ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടത്. പേരൂർക്കടയിൽ ഒരു ക്ഷേത്ര മോഷണ കേസിൽ അനൂപിനെ തിരക്കുന്നതിനിടയിലാണ് തിരുവല്ലം പോലീസ് പ്രതിയെ പട്രോളിംഗിനിടെ പിടികൂടിയത്. തിരുവല്ലം പോലീസ് പിടികൂടിയ പ്രതിയെ പേരൂർക്കട പോലീസിന് കൈമാറുകയായിരുന്നു. ഒരു കൈയിൽ മാത്രം വിലങ്ങ് ധരിച്ച് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഓടി രക്ഷപ്പെട്ടത്. ഭീതി പരത്തിയ ചുമട് താങ്ങി തിരുട്ട് സംഘത്തെ കുടുക്കി പന്തളം പോലീസ്. 2 കൗമാരക്കാരുൾപ്പെടെ 6 പേരടങ്ങുന്ന ചുമട് താങ്ങി തിരുട്ട് സംഘത്തിലെ 3 പേരെ പന്തളം പോലീസ് ശ്രമകരമായി കീഴടക്കി. 1.5 വർഷമായി വാഹനങ്ങളടക്കം മോഷണങ്ങൾ ഹരമാക്കിയ നാട്ടിൽ ഭീതി വിതച്ച ജനങ്ങളുടെ ഉറക്കം കെടുത്തിയ യുവാക്കളും കൗമാരക്കാരും അടങ്ങിയ തസ്കര സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായിരിക്കുന്നത്. കടമ്പനാട് കല്ലുകുഴി മുക്കുന്നി വടക്കെടുത്ത് കുട്ടു എന്ന് വിളിക്കുന്ന ബിജീഷ്, കൊല്ലം കുന്നത്തൂർ പടിഞ്ഞേറ്റെ മുറിയിൽ നെടിയവിള മാണിക്യമംഗലം കോളനിയിൽ പാലിക്കലത്തേക്ക് വീട്ടിൽ ആദിത്യൻ, കൊല്ലം പോരുവഴി ഇടയ്ക്കാട് ചാലമുക്ക് ബിവറേജസ് ഷോപ്പിന് സമീപം കുളത്തരയത്ത് വീട്ടിൽ നിഖിൽ എന്നിവരാണ് പിടിയിലായത്. വാഹനമോഷണം പതിവാക്കി ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി നടന്ന സംഘത്തിന് കല്ലുകുഴി നിവാസികൾ ചുമട് താങ്ങി ജംഗ്ഷന്റെ പേര് നൽകുകയായിരുന്നു. അങ്ങനെയാണ് നാടിന്റെ പേരിൽ തിരുട്ടു സംഘം എന്ന നിലയിൽ ഇവർ കുപ്രസിദ്ധരായത്.